ഹലോ എവരി വൺ, എല്ലാവർക്കും ലേം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇഗ്നു അഡ്മിഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും നമ്മളിതിൻ്റെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ ജാനുവരി 2025 അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. ജനുവരി 31 വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഇഗ്നുവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലാണ് നമ്മൾ ആദ്യം കയറേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇഗ്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്ന ആ ഒരു ignu.ac.in എന്ന് പറയുന്നതാണ് ഇഗ്നുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആദ്യം നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഒരുപാട് സെക്ഷൻസുകൾ കാണാം. അപ്പോൾ ഇതിൽ അഡ്മിഷൻ, ലോവർ പാർട്ടിൽ നമുക്ക് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്ലൈ ഫോർ ODL പ്രോഗ്രാം, അപ്ലൈ ഫോർ ഓൺലൈൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ അപ്ലൈ ഫോർ ODL പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യാം. എന്താണ് ഈ അപ്ലൈ ഫോർ ഓൺലൈൻ പ്രോഗ്രാമും ODL പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് അപ്ലൈ ഫോർ ഓൺലൈൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാം ഓൺലൈനാണ്. അതായത് നമ്മുടെ എക്സാമും അസൈൻമെൻറ്റ് സബ്മിഷൻ അടക്കം എല്ലാം ത്രൂ ഓൺലൈനാണ് നടക്കുന്നത്. ODL പ്രോഗ്രാം ആകുന്ന സമയത്ത് നമ്മുടെ എക്സാംസുകൾ നമുക്ക് അതത് എക്സാം സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അസൈൻമെൻറ്റ് അതത് സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ODL പ്രോഗ്രാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ഫോർ ODL പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു ഇൻ്റർഫേസിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഇഗ്നുവിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അഡ്മിഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ പോർട്ടൽ എന്ന് പറയുന്നത്. ignu.admission.samarth.edu.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറും. ഇവിടെയാണ് നമ്മൾ ഇഗ്നുവിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അഡ്മിഷൻ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 വരെയാണ് കാണിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലിപ്പോൾ നിലവിൽ നമുക്ക് ജനുവരി 31 വരെയാണ് കാണിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ പറയുന്നത് DEB ID ഈസ് മാൻഡറ്ററി ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ DEB ID നമുക്ക് നിർബന്ധമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് DEB ID എന്നുള്ളതും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയുടെ അടുത്തൊരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് പോവുക. പിന്നെ നമ്മൾ കൃത്യമായിട്ടും ഈ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സ്കാൻഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്, നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ സ്കാൻഡ് ആയിട്ട് ഉള്ള ഒരു ഫോർമാറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സിമ്പിളാണ്. നമ്മളൊരു സിഗ്നേച്ചർ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അത് ഇപ്പോൾ ഒരുപാട് നമുക്ക് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഈ ഡോക്യുമെൻ്റ് സ്കാനർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അതേപോലെ തന്നെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഫോട്ടോ കോപ്പിയുടെ സ്കാൻഡ് കോപ്പി അല്ല വേണ്ടത്, നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ സ്കാൻഡ് വേർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് എടുത്തു വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും എടുത്തു വെക്കാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ മതിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏതെങ്കിലും SC ST OBC ഉള്ളവരാണെങ്കിൽ അതും എടുത്തു വെക്കാവുന്നതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് രജിസ്ട്രേഷനിലോട്ട് കടക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ ഇൻ്റർഫേസിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു യൂസർ നെയിം നമുക്ക് വേണം, നമ്മുടെ ഇമെയിൽ ID വേണം, നമ്മുടെ ഫുൾ നെയിം വേണം, അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡും മൊബൈൽ നമ്പറും വേണം. അപ്പോൾ ഇതിൽ ഇമെയിൽ ID കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക,
നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. കാരണം അതിലൂടെയാണ് ഫർദർ ആയിട്ടുള്ള ഈ ഒരു നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ അപ്ഡേഷൻസുകൾ ഇഗ്നു ഒഫീഷ്യലി അറിയിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആക്റ്റീവ് ഇമെയിൽ ഐ ഡി ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കൻസ് നെയിം, അതായത് നമ്മുടെ നെയിം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ SLC ബുക്കിലുള്ള അതേ രൂപത്തിൽ തെറ്റിക്കാതെ കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ടൈപ്പ് ചെയ്യേണ്ടത്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഇൻഫർമേഷൻസ്, ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻഫർമേഷൻ, ഒരു നോട്ടിഫിക്കേഷൻ കാണാം. യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ലോഗിൻ ആൻഡ് അപ്ലൈയിങ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ആ അക്കൗണ്ടിൽ നമ്മൾ പോയിട്ട് ലോഗിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മളുടെ യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ജസ്റ്റ് ഒരു ജനറൽ ഇൻഫർമേഷനാണ് തരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ഈ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഇനി ഏറ്റവും താഴത്തെ ഒരു ഭാഗത്ത് കാണാം ഐ ഹാവ് റീഡ് ദ ഇൻഫർമേഷൻ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു പുതിയൊരു ഇൻ്റർഫേസിലോട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫില്ലിങ്സ് നടക്കുന്നത്. ഇതിന് 9 സെക്ഷൻ ഉണ്ട്. പേഴ്സണൽ സെക്ഷൻ മുതൽ ലാസ്റ്റ് നമ്മൾ ഫീ അടക്കുന്ന ഫീ സെക്ഷൻ വരെയാണ് നമുക്ക് ഉള്ളത്. ഇതിൽ ഓരോ സെക്ഷനിലൂടെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ തന്നെ നമ്മൾ 3 സബ് സെക്ഷൻസുകളുണ്ട്. നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അതർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സെക്ഷനും, പിന്നെ സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുന്ന സെക്ഷനും. അപ്പോൾ അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസുകളാണ്. ഫുൾ നെയിം ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മൾ മദർ നെയിം നമ്മൾ കൊടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഗാർഡിയൻ ഫാദർ നെയിം നമുക്ക് കൊടുക്കാം, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കാം, പിന്നെ നമ്മുടെ കാറ്റഗറി നമ്മൾ SC ST OBC നോൺ ക്രിമിലിയർ ആണെങ്കിലൊക്കെ നമുക്കത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണ് എന്നുള്ളത്, പിന്നെ നമ്മുടെ ടെറിറ്ററി, അതായത് നമ്മൾ അർബൻ ആണോ റൂറൽ ആണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. നമ്മുടെ മൈനോറിറ്റി സ്റ്റാറ്റസ്, നമ്മൾ മൈനോറിറ്റി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. നമ്മുടെ റിലീജിയൻ ഏതാണെന്നുള്ളത് നമുക്ക് അതിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ മരൈറ്റൽ സ്റ്റാറ്റസ്, അൺമാരീഡ് ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ കാശ്മീരി മൈഗ്രൻ്റ് ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഇമെയിൽ വല്ലതും ഉണ്ടെങ്കിൽ, ഇൻ കേസ് നമ്മൾ ഇമെയിൽ ഭാവിയിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള ഇൻഫർമേഷൻസുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് ഫോൺ നമ്പറിൻ്റെ കേസിലും. അപ്പോൾ ഇത് രണ്ടും മാൻഡേറ്ററി അല്ല. ആൾട്ടർനേറ്റീവ് ഇമെയിലും ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും നമുക്ക് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതിയാവും. പക്ഷേ ബാക്കിയുള്ള ഇൻഫർമേഷൻസൊക്കെ മാൻഡേറ്ററിയാണ്, മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ അതർ ഡീറ്റെയിൽസ് ആണ് അതിൽ നമ്മൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് യെസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്, നമ്മൾ അൺഎംപ്ലോയിഡ് ആണോ അല്ലെങ്കിൽ എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ തന്നെ നമ്മൾ റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, KVS എംപ്ലോയി ആണോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് വെച്ചിട്ട് നിങ്ങൾ ഏതാണ് എന്നുള്ളതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് അടിയിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തൊരു സെഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അടിഭാഗത്ത് നമുക്ക് 3 ഓപ്ഷൻ കാണാം. ഒന്നെങ്കിൽ നമുക്ക് പ്രീവിയസ്, അതായത് ഒന്നുകൂടെ പോയിട്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്, പ്രീവിയസ് സെക്ഷനിലോട്ട് പോകാവുന്നതാണ്. പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാവണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷൻസ് തെറ്റായിട്ടാണ് കൊടുത്തതെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതായത് നമ്മൾ ഫില്ല് ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഫില്ല് ചെയ്യാനുള്ളത് DEB ID എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ എന്താണ് ഈ DEB ID? DEB കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന് പറയുന്നത് UGCയുടെ കീഴിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പുതിയതായിട്ട് വന്നതാണ്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ അക്രഡിറ്റേഷനും അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. UGCയുടെ കീഴിൽ വരുന്ന റെഗുലേറ്ററി ബോഡിയാണ് ഈ DEB എന്ന് പറയുന്നത്. അപ്പോൾ ഈ DEB ID ഉള്ള അല്ലെങ്കിൽ DEB റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ മാത്രം നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് അതിന് നമുക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ അക്രഡിറ്റേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇഗ്നുവിൻ്റെത് DEB രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് DEB ID മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. DEB ID എന്ന് പറയുന്നത് ഒരു യുണീക്ക് ID ആണ്. ഓരോ സ്റ്റുഡൻറ്റിനും DEB ID യുണീക്ക് ആയിരിക്കും. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒന്നുമില്ല, നമ്മുടെ ABC അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ABC അക്കൗണ്ട് എന്താണെന്നുള്ളതും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമുള്ള ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ DEB ID ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. നമുക്ക് DEB ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ക്രോമിൽ നമുക്ക് DEB ID എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണോ എന്നുള്ളത്. https://deb.ugc.ac.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ എൻ്റർ യുവർ ABC ID, നമ്മൾ ഇവിടെ നമ്മുടെ ABC ID ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DEB ID കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ABC ID ഇവിടെ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പ്രൊസീജിയറിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ABC ID ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റർ കൊടുക്കാം. അപ്പോൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഞാൻ DEB ID ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഫിൽ ചെയ്തിട്ട് ഐ എഗ്രി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ മൊബൈൽ നമ്പറും കൊടുത്തിട്ട് ഞാൻ എഗ്രി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാണ്. ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഡിയർ സ്റ്റുഡൻറ്റ് യുവർ DEB ID ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ DEB ID ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ID ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ DEB ID എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ID പേസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ കൂടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആ പ്രൊസീജിയർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ DEB ID കിട്ടാൻ വേണ്ടിയിട്ട് DEB IDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോയി. അവിടെ പോയിട്ട് നമ്മൾ കാണുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ ABC ID നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുത്ത സമയത്ത് നമ്മുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നമ്മളടുത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ABC ID ക്രിയേറ്റ് ചെയ്ത സമയത്തുള്ള നമ്മുടെ മെയിൽ IDയും മൊബൈൽ നമ്പറും വെച്ചിട്ട് നമ്മൾ എൻ്റർ കൊടുത്ത സമയത്ത് നമുക്ക് DEB ID കിട്ടി. ഇനി ആ DEB ID ആണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ അതിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെച്ച് DEB ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞു. DEB ID നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇവിടെ മേലെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ കാണാം, DEB ID ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് പോകാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ DEB ID കഴിഞ്ഞ് നമ്മളതിൽ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നത്, പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇഗ്നോയിൽ നമ്മൾ ഏത് പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നത് എന്നത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് പ്രോഗ്രാം ടൈപ്പാണ്. പ്രോഗ്രാം ടൈപ്പ് നമുക്ക് ഏതാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മാസ്റ്റേഴ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാസ്റ്റേഴ്സ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. മോഡ് ഓഫ് സ്റ്റഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ODL നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഏത് പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാസ്റ്റേഴ്സിൽ ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് MA സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ MAPC എന്നുള്ള ഒരു കോഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ MA സൈക്കോളജി കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് ഇൻ സൈക്കോളജി സെലക്ട് ചെയ്തു. അതിനുശേഷം വരുന്നതാണ് റീജിയൻ കോഡ് ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നുവിൽ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റഡി സെൻറ്റേഴ്സും ഉണ്ട്. ഈ റീജിയണൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നുവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ഉള്ള സെൻറ്ററാണ് ഈ റീജിയണൽ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ റീജിയണൽ സെൻറ്ററിൻ്റെ ശാഖകളെയാണ് നമ്മൾ
സ്റ്റഡി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു റീജിയണൽ സെൻറ്റർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സുകൾ ഉണ്ടാകും. ഈ റീജിയണൽ സെൻറ്ററാണ് ഈ സ്റ്റഡി സെൻറ്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ റീജിയണൽ സെൻറ്ററാണ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ റീജിയണൽ സെൻറ്ററാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നത് ഈ റീജിയണൽ സെൻറ്ററിനാണ്. റീജിയണൽ സെൻറ്റർ പിന്നെ അതത് സബ് പോർഷനായിട്ടുള്ള സ്റ്റഡി സെൻറ്ററിലോട്ട് ഇൻഫർമേഷൻ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 3 റീജിയണൽ സെൻറ്റേഴ്സ് ആണുള്ളത്. നോർത്ത് കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വടകര റീജിയണൽ സെൻറ്ററും, മധ്യ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൊച്ചിൻ റീജിയണൽ സെൻറ്ററും, സൗത്ത് കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് 3 റീജിയണൽ സെൻറ്റേഴ്സ് ആണുള്ളത്. ഈ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സുകൾ വരുന്നുണ്ട്. അത് ഓരോ കോഴ്സിനനുസരിച്ചിട്ട് ഇപ്പോൾ ചില സ്റ്റഡി സെൻറ്റേഴ്സുകൾ നമുക്ക് ചില കോഴ്സസുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന MA മാസ്റ്റർ ഓഫ് സൈക്കോളജി ചിലപ്പം ചില സ്റ്റഡി സെൻറ്റേഴ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ റീജിയൻ ഏതാണോ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനെന്ന് പറയുന്നത് നോർത്ത് പാർട്ടിലായതുകൊണ്ട് തന്നെ ഞാനിവിടെ റീജിയണൽ സെൻറ്റർ ഞാനിവിടെ വടകര കൊടുക്കുകയാണ്. ഞാനൊരു വടകര റീജിയണൽ സെൻറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റഡി സെൻറ്റർ സെലക്ട് ചെയ്യാം. വടകരൻ്റെ അണ്ടറിൽ സൈക്കോളജി മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി സെൻറ്റേഴ്സുകൾ ഉണ്ടാകും. പ്രധാനമായിട്ട് 2 സ്റ്റഡി സെൻറ്റർ ആണുള്ളത്. അപ്പോൾ ഞാനതിൽ എനിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എത്തിപ്പെടാൻ എളുപ്പത്തിലുള്ള ഒരു സ്റ്റഡി സെൻറ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനവിടെ സെലക്ട് ചെയ്യുന്നത് JDT ആണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അനുസരണം നിങ്ങൾക്ക് ഒരു സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മധ്യ കേരളത്തിലെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിനാണ് നിങ്ങളവിടെ റീജിയണൽ സെൻറ്റർ ചൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതാണോ സ്റ്റഡി സെൻറ്റർ നിങ്ങൾ അടുത്ത് വരുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ മീഡിയം ഏതാണെന്നുള്ളതാണ്. മീഡിയം നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തു. പിന്നെ നിങ്ങൾ ഇഗ്നൂലുള്ള വേറെ ഏതെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഞാൻ നോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരം ആ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ 4ാമത്തെ സെക്ഷനാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ. നമുക്ക് ഇതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷൻ ആണ്. കാരണം നമ്മൾ മാസ്റ്റേഴ്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ ആണ് നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്തു. പിന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഏത് സമയത്താണ് നമ്മൾ പാസ് ഔട്ട് ആയിട്ടുള്ളത് ഡിഗ്രി എന്നുള്ളത് നമ്മളിതിൽ ഫില്ല് ചെയ്യുക. നമ്മുടെ ഡിവിഷൻ എത്രയായിരുന്നു, ഫസ്റ്റ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ എന്നുള്ളത് നമുക്കിതിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മളെ ബോർഡ് കോഡ് ഏത് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ റോൾ നമ്പർ ആ സമയത്തുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൻറോൾ നമ്പർ നമുക്കിതിൽ ഫില്ല് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാഡ് യൂസർ നെയിം, നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററിയുടെ യൂസർ നെയിമോ അതേപോലെ തന്നെ അതിൻ്റെ വേറെ സർട്ടിഫിക്കറ്റ് ഐഡൻറ്റിറ്റി നമുക്ക് ഫില്ല് ചെയ്യാം. അത് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഞാൻ ടോട്ടലി ഒന്ന് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അത് വളരെ സിമ്പിളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമുക്കത് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻസൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് സ്ഥിരം നമ്മളെ ഇൻ്റർഫേസ് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഞാൻ എടുത്തിട്ടുള്ള കോഴ്സിൻ്റെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ വേണമോ, പ്രിൻറ്റഡ് ഫോം വേണമോ, അതോ നിങ്ങൾ ഡിജിറ്റൽ ഫോം മതിയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രിൻറ്റഡ് ഫോം വേണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള സബ്ജക്റ്റിൻ്റെ ലിസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് വരുന്നതെന്നുള്ളത്. കാരണം നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടക്കുക. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്ട്രേഷനാണ്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് സെക്കൻഡ് ഇയറിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ടോട്ടൽ ഇത് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഡ്രസ്സ് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. ഏത് അഡ്രസ്സാണ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെൻ്റെ അഡ്രസ്സ് ഇവിടെ ഫില്ല് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സൊക്കെ ഫില്ല് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്രസ്സൊന്നും മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ ഫില്ല് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും സബ്മിറ്റ് ബട്ടണിലോട്ട്
കടക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മൾ അഡ്രസ്സ് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ 7ാമത്തെ സെക്ഷനിലോട്ട് എത്തും. 7ാമത്തെ സെക്ഷനിൽ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ, നമ്മൾ ആ ഒരു തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സുകളുടെ അപ്ലോഡിംഗ് പ്രൊസീജിയറാണ് ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, നമ്മുടെ +2 സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ കോപ്പി നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഇതിൻ്റെ നമ്മൾ സ്കാൻഡ് മെറ്റീരിയൽ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ മേജറായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 8ാമത്തെ സെക്ഷനിലോട്ട് എത്തുകയാണ്. ഇതിലാണ് നമ്മൾ ഇത് പ്രിവ്യൂ എന്ന് പറയുന്ന നമ്മളെ സെക്ഷനാണ്. അതായത് ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും വായിച്ച് നോക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ പറ്റുന്ന ഒരു അവസാന അവസരമാണ്. അപ്പോൾ നിങ്ങൾ ഇത് കെയർഫുള്ളി വായിച്ചു നോക്കുക, ഞാൻ കൊടുത്ത എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് തല്ലേ എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മിസ്റ്റേക്സ് വരുത്താതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കൊടുത്തതിന് ശേഷം നമ്മൾ അവസാനം ഒന്ന് കൃത്യമായിട്ട് ഈ പ്രിവ്യൂ ഫോം കൃത്യമായിട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് ഉറപ്പല്ലേ എന്നുള്ളത്, മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പം ഇത് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് എഗ്രി കൊടുത്തതിന് ശേഷം സെൽഫ് ഡിക്ലറേഷനാണ് ഞാൻ കൊടുത്തതൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇനി എഗ്രി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ ഫീ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. നമുക്ക് 10,500 ടോട്ടലായിട്ട് ഇഗ്നുവിലോട്ട് അടക്കാനുള്ളത്. നമ്മൾ എഗ്രി കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റിലോട്ട് പോവാം. അതിനുശേഷം ഇനി നമുക്ക് ഫീ ചെയ്യാനുള്ളതാണ്. ഫീയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് 10,500 രൂപയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സൈക്കോളജിയുടെ ഫീ വരുന്നത്. ഓരോ സബ്ജക്റ്റിനും മാറുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് പേയ്മെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ 1, പേയ്മെൻറ്റ് ഗേറ്റ് വേ 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ പേ വിത്ത്, നിങ്ങൾക്ക് ഏത് വെച്ചിട്ടാണോ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതിൽ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് HDFCൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് അതർ ഡെബിറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അതർ ഡെബിറ്റ് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇഗ്നുവിൻ്റെ അഡ്മിഷൻ നമ്മൾ പിന്നെ എടുക്കേണ്ടത്. എല്ലാ സ്റ്റെപ്സുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊസീജിയറാണ് ഇഗ്നു അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഇനി ഇഗ്നു അഡ്മിഷൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.